നമസ്കാരം, ET മലയാളത്തിലേക്ക് സ്വാഗതം. സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ഒരു ശരാശരി മലയാളി ഇന്ന് ഏറ്റവും കൂടുതൽ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വിലയ്ക്ക് നാട്ടിൽ നിന്ന് സ്വർണം വാങ്ങണോ അതോ ഗൾഫിൽ പോയി വാങ്ങുന്നതാണോ ലാഭമെന്ന്. പ്രത്യേകിച്ച് ദുബായ് പോലെ ഒരു സ്വർണ്ണ വിപണി നമ്മുടെ മുന്നിലുള്ളപ്പോൾ. ഇന്ന് 2026 മാർച്ച് 8-ാം തീയതിയാണ്. ഇന്നത്തെ സ്വർണ്ണവില നോക്കിയാൽ ഒരു പവന് 1,20,000 രൂപ എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. അതായത് 1 ഗ്രാം സ്വർണത്തിന് 15,000 രൂപ. ഒരു മാസം മുൻപത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിലയിൽ ചെറിയൊരു ആശ്വാസമുണ്ടെങ്കിലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ വില ഇപ്പോഴും താങ്ങാവുന്നതിനും അപ്പുറമാണ്. ഈ സാഹചര്യത്തിൽ ദുബായിൽ പോയി സ്വർണം വാങ്ങിയാൽ ശരിക്കും ലാഭമുണ്ടോ? നമുക്ക് കണക്കുകൾ വെച്ച് തന്നെ പരിശോധിക്കാം. നമുക്ക് കഴിഞ്ഞ 3 മാസത്തെ സ്വർണ്ണവിലയുടെ ആ പോക്കൊന്ന് നോക്കാം. എങ്കിലേ വിപണിയിലെ ഈ കളി നമുക്ക് മനസ്സിലാകും. 2026 ജനുവരി 1-ാം തീയതി ഒരു പവൻ സ്വർണത്തിന് വെറും 99,040 രൂപയായിരുന്നു വില. അന്ന് സ്വർണം വാങ്ങിയവർ ഭാഗ്യവാന്മാരാണെന്ന് തന്നെ പറയണം. കാരണം അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കണ്ടത് വല്ലാത്തൊരു കുതിപ്പാണ്. ജനുവരി 21-ന് 1,15,000 കടന്ന വില ജനുവരി 29-ന് എത്തിയത് 1,31,160 രൂപയിലാണ്. അതായത് വെറും ഒരു മാസം കൊണ്ട് 30,000 രൂപയുടെ വ്യത്യാസം. ഫെബ്രുവരിയിലേക്ക് വന്നപ്പോൾ വിലയിൽ ചെറിയൊരു ഇടിവ് കണ്ടു. ഫെബ്രുവരി 2-ന് ഒരു പവന് 1,07,920 രൂപയിലേക്ക് വില താഴ്ന്നു. അന്ന് വാങ്ങിയവർക്ക് വലിയ ലാഭമായിരുന്നു. എന്നാൽ ഫെബ്രുവരി അവസാനമായപ്പോഴേക്കും വീണ്ടും വില കൂടി 1,23,000-ലെത്തി. മാർച്ച് മാസത്തിന്റെ തുടക്കത്തിൽ 1,26,000 രൂപ വരെ പോയ സ്വർണ്ണവിലയാണ് ഇന്ന് 1,20,000-ൽ നിൽക്കുന്നത്. ഈ വിലയിലെ വലിയ ചാഞ്ചാട്ടം കാണിക്കുന്നത് സ്വർണം എപ്പോൾ വാങ്ങണം എന്ന് തീരുമാനിക്കുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്നതാണ്. ഇനി നമുക്ക് ദുബായിലെ കാര്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ദുബായിൽ വില കുറയുന്നത്? പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇന്ത്യയിലെ ഇറക്കുമതി തീരുവ അഥവാ ഇമ്പോർട്ട് ഡ്യൂട്ടി. കേന്ദ്ര സർക്കാർ സ്വർണത്തിന്മേൽ ചുമത്തുന്ന നികുതി നാട്ടിലെ വില കൂട്ടുന്നു. എന്നാൽ ദുബായിൽ സ്വർണത്തിന് ഇമ്പോർട്ട് ഡ്യൂട്ടി ഇല്ല. 2, അവിടുത്തെ വാറ്റ് അഥവാ ടാക്സ്. 5% വാറ്റ് ദുബായിൽ ഉണ്ടെങ്കിലും വിദേശികൾക്ക് അത് തിരികെ ലഭിക്കാനുള്ള സൗകര്യമുണ്ട്. അതായത് ടാക്സ് ഫ്രീ ആയി സ്വർണം വാങ്ങാമെന്ന് ചുരുക്കം. 3, അവിടുത്തെ വലിയ വിപണി നൽകുന്ന മത്സരം. ഇത് പണിക്കൂലി കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. ഇന്നത്തെ കണക്ക് വെച്ച് നോക്കിയാൽ കേരളത്തിലെ വിലയേക്കാൾ ഏകദേശം 12 മുതൽ 15% വരെ കുറവിൽ ദുബായിൽ നിന്ന് സ്വർണം വാങ്ങാൻ സാധിക്കും. അതായത് ഒരു പവൻ സ്വർണം നിങ്ങൾ ദുബായിൽ നിന്ന് വാങ്ങുമ്പോൾ നാട്ടിലെ വിലയേക്കാൾ ഏകദേശം 10,000 മുതൽ 15,000 രൂപ വരെ ലാഭിക്കാൻ സാധിച്ചേക്കാം. 10 പവൻ സ്വർണമാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ 1,00,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ലാഭം കിട്ടും. കേൾക്കുമ്പോൾ വലിയ ലാഭമാണെന്ന് തോന്നും. പക്ഷേ ഇതിൽ ചില നിബന്ധനകളുണ്ട്. അതറിയാതെ പോയി ചാടിയാൽ ലാഭത്തിന് പകരം വലിയ പിഴയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇന്ത്യൻ നിയമപ്രകാരം ഒരു പുരുഷന് വിദേശത്ത് നിന്ന് കൊണ്ടുവരാവുന്ന സ്വർണത്തിന്റെ പരിധി 20 ഗ്രാം മാത്രമാണ്. ഇതിന്റെ മൂല്യം 50,000 രൂപയിൽ കൂടാനും പാടില്ല. സ്ത്രീകൾക്ക് ഇത് 40 ഗ്രാം വരെയാകാം. മൂല്യം 1,00,000 രൂപയിൽ കൂടരുത്. ഈ പരിധിക്ക് മുകളിൽ നിങ്ങൾ സ്വർണം കൊണ്ടുവരികയാണെങ്കിൽ അതിന് കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും. 10 പവൻ സ്വർണം ഒരാൾ മാത്രം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ലാഭത്തേക്കാൾ കൂടുതൽ നികുതി അടയ്ക്കേണ്ടി വരുമെന്ന് സാരം. അതുകൊണ്ട് കുടുംബവുമായി യാത്ര ചെയ്യുന്നവർക്ക് ഓരോരുത്തരുടെയും പരിധി ഉപയോഗപ്പെടുത്തി സ്വർണം കൊണ്ടുവരുന്നത് ലാഭകരമായിരിക്കും. ദുബായിലെ സ്വർണത്തിന്റെ മറ്റൊരു പ്രത്യേകത അവിടുത്തെ ഗുണനിലവാരമാണ്. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ കർശനമായ പരിശോധനകൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ കിട്ടുന്ന സ്വർണത്തിന്റെ പരിശുദ്ധിയിൽ നമുക്ക് പേടിക്കാനില്ല. 24 ക്യാരറ്റ്, 22 ക്യാരറ്റ്, 18 ക്യാരറ്റ് എന്നിങ്ങനെ എല്ലാ വിഭാഗത്തിലും മികച്ച ഡിസൈനുകളും അവിടെ ലഭ്യമാണ്. നാട്ടിലെ ജ്വല്ലറികളിൽ കാണുന്നതിനേക്കാൾ വലിയ ശേഖരം ദുബായിലെ ഗോൾഡ് സൂക്കുകളിൽ കാണാൻ സാധിക്കും. ഇറ്റാലിയൻ, ടർക്കിഷ് ഡിസൈനുകൾ അവിടെ വലിയ പ്രിയമാണ്. പലരും ചോദിക്കാറുണ്ട് ദുബായിൽ നിന്ന് ബിസ്ക്കറ്റ് രൂപത്തിൽ സ്വർണം കൊണ്ടുവരുന്നത് ലാഭമാണോ എന്ന്. ആഭരണമായി കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ നിയന്ത്രണങ്ങൾ സ്വർണ്ണ ബിസ്ക്കറ്റുകൾക്കുണ്ട്. മാത്രമല്ല ആഭരണമാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം എന്നൊരു മെച്ചം കൂടിയുണ്ട്. നിങ്ങളൊരു നിക്ഷേപമായിട്ടാണ് സ്വർണം കാണുന്നതെങ്കിൽ ബിസ്ക്കറ്റുകൾ വാങ്ങുന്നതാണ് നല്ലത്. പക്ഷേ കസ്റ്റംസ് നിയമങ്ങൾ പാലിക്കാൻ മറക്കരുത്. നിയമം ലംഘിച്ച് സ്വർണം കടത്താൻ ശ്രമിച്ചാൽ സ്വർണം കണ്ടുകെട്ടുകയും വലിയ തുക പിഴയടയ്ക്കുകയും ചിലപ്പോൾ ജയിൽ ശിക്ഷ വരെ ലഭിക്കുകയും ചെയ്തേക്കാം. ഇനി പണിക്കൂലിയുടെ കാര്യം നോക്കാം. ദുബായിൽ പണിക്കൂലി അല്ലെങ്കിൽ മേക്കിംഗ് ചാർജ് ഓരോ കടയിലും വ്യത്യസ്തമായിരിക്കും. നമ്മൾ നന്നായി വിലപേശുകയാണെങ്കിൽ പണിക്കൂലിയിൽ വലിയ കുറവ് വരുത്താൻ സാധിക്കും. മേക്കിംഗ് ചാർജ് പെർ ഗ്രാം എന്നതിന് പകരം ടോട്ടൽ പ്രൈസിൽ ഡിസ്കൗണ്ട് ചോദിക്കുന്നതാണ് അവിടുത്തെ രീതി. വൻകിട ജ്വല്ലറികളെക്കാൾ ഗോൾഡ് സുക്കിലെ ചെറിയ കടകളിൽ കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ടാക്സ് റീഫണ്ട് കിട്ടാൻ വേണ്ടി വിമാനത്താവളത്തിൽ കാണിക്കേണ്ട പേപ്പറുകൾ കടയിൽ നിന്ന് തന്നെ വാങ്ങി സൂക്ഷിക്കണം. ചുരുക്കത്തിൽ നിങ്ങളൊരു വിവാഹത്തിനോ മറ്റോ ആയി വലിയ അളവിൽ സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുടുംബവുമായി ഒരു ദുബായ് യാത്ര പ്ലാൻ ചെയ്യുന്നത് ലാഭകരമായിരിക്കും. യാത്രയുടെ ചിലവും കഴിഞ്ഞ് ഒരു നല്ല തുക നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. എന്നാൽ ഒരാൾ മാത്രം പോയി പരിധിയിൽ കൂടുതൽ സ്വർണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഒട്ടും ലാഭകരമല്ല. നാട്ടിലെ ഇന്നത്തെ വിലയായ 1,20,000 രൂപയിൽ നിന്ന് വലിയൊരു കുറവ് അടുത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുമില്ല. അതുകൊണ്ട് വില അല്പം കുറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് സ്വർണം വാങ്ങുന്നത് ബുദ്ധിപരമായ തീരുമാനമായിരിക്കും.
സ്വർണം വാങ്ങുമ്പോൾ എപ്പോഴും BIS ഹോൾമാർക്കുള്ള സ്വർണം തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. അത് ദുബായിൽ നിന്നായാലും നാട്ടിൽ നിന്നായാലും നിങ്ങളുടെ സമ്പാദ്യം സുരക്ഷിതമായിരിക്കാൻ നിയമപരമായ വഴികൾ മാത്രം തിരഞ്ഞെടുക്കുക. സ്വർണ്ണവിലയിലെ ഇത്തരം മാറ്റങ്ങളും സാമ്പത്തിക വാർത്തകളും കൃത്യമായി അറിയാൻ ET മലയാളം ഫോളോ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ചെയ്യാം. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. സ്വർണ്ണവിലയിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരാം. അതിനാൽ നിക്ഷേപം നടത്തുന്നതിന് മുൻപ് വിപണി സാഹചര്യം വിലയിരുത്തുകയും ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഉപദേശം തേടുകയും ചെയ്യുക. സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുക. നന്ദി.